കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനൊപ്പം അയാളുടെ ജോലിക്ക് ആവശ്യത്തിനായി ഒരു പ്രൈവറ്റ് ജോബ് കൺസൾട്ടൻസിയിൽ പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഫ്രണ്ടിന്റെ കൂടെ വെറുതെ പോയതാണ്. അല്ലാതെ ഈ കൺസൾട്ടൻസിയുടെ സർവീസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. കമ്പനിയിൽ നിന്നും ഒഴിവുകളുടെ എണ്ണം, ജോലിക്കാർക്ക് വേണ്ട യോഗ്യത തുടങ്ങിയ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും അവരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് കമ്പനികൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് അവരുടെ സർവീസ് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ പാൽ സപ്ലൈ ചെയ്യുന്നവർ, ന്യൂസ് പേപ്പർ സപ്ലൈ ചെയ്യുന്നവർ, ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഡെലിവറി ചെയ്യുന്നവരൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവിടെ മനുഷ്യരെയല്ല സപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ലോജിക്? ഇതുകൊണ്ട് വ്യക്തിക്കോ സമൂഹത്തിനോ രാജ്യത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് മോഷൻ ബുക്ക്. ഇറ്റ്സ് ഇൻഫോ ടൈം. പ്രകൃതി മനുഷ്യന് പലതരം വിഭവങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. അവയുടെ ബുദ്ധിപരമായ വിനിയോഗത്തിലൂടെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ വിഭവങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. എന്നാൽ ഈ ലോകത്ത് പരിമിതികളില്ലാത്ത, ദൗർലഭ്യം നേരിടാത്ത ഒരു വിഭവം എന്നത് മനുഷ്യൻ തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ വിഭവം എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ജനങ്ങൾ തന്നെയാണ്. ആരോഗ്യമുള്ളവരും വിദ്യാസമ്പന്നരും പ്രചോദിതരുമായ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മറ്റ് വിഭവങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു. മറ്റു റിസോഴ്സുകളെ പോലെ ഹ്യൂമൻ റിസോഴ്സും ലോകമെമ്പാടും തുല്യമായോ അല്ലാതെയോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, അവരുടെ പ്രായഘടനയിലും ലിംഗഭേദത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിലും വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും രാജ്യപുരോഗതിക്കും ധാരാളം സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. മാനവശേഷി പരമാവധി വികസിപ്പിച്ചെടുത്താൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. പക്ഷെ എങ്ങനെയാണ് മാനവശേഷി വികസിപ്പിച്ചെടുക്കുക? അത് സാധ്യമാവുന്നതിന് പല തലങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. 1. ഓരോ പൗരനും പരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. 2. കുടുംബം ഒരു പൗരന്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നു. 3. വിവിധ ഏജൻസികളും സ്ഥാപനങ്ങളും പഠനത്തിനും പരിശീലനത്തിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. 4. രാജ്യം ജനങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഹ്യൂമൻ റിസോഴ്സിനെ അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അഥവാ ഗണപരമായ സവിശേഷതകൾ, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അഥവാ ഗുണപരമായ സവിശേഷതകൾ. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈസ് ഓഫ് പോപ്പുലേഷൻ അഥവാ ജനസംഖ്യാ വലുപ്പം. ഒരു പ്രത്യേക സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന മൊത്തം ജനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ. ഒരു രാജ്യം നിശ്ചിത ഇടവേളകളിൽ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും തുടർന്ന് അനലൈസ് ചെയ്യാറുമുണ്ട്. ഈ പ്രവർത്തനത്തെയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ കാനേഷ്മാരി എന്ന് പറയുന്നത്. 2022 കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്തെ 140 കോടിയിലധികം ജനങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് ടോട്ടൽ വേൾഡ് പോപ്പുലേഷന്റെ ഏതാണ്ട് 17% വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജനസംഖ്യാ പഠനത്തിലൂടെ ഗവൺമെന്റിന് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും സാധിക്കുന്നു. ജനസാന്ദ്രത എന്നത് ഒരു ചതുരശ്ര കിലോമീറ്റർ താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഒരു സ്ഥലം എത്ര തിരക്കേറിയതാണ് അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ഏതെന്ന് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസാന്ദ്രത കൂടുതലും ആഫ്രിക്ക, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ താരതമ്യേന ജനസാന്ദ്രത കുറവാണെന്ന് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 3. ജനസംഖ്യാ വർധനവ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് ജനസംഖ്യയിലെ ആകെ വർധനവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജനന നിരക്കും മരണനിരക്കും കണക്കാക്കിയതിനു ശേഷം ശതമാനത്തിലാണ് ജനസംഖ്യാ വർധനവ് രേഖപ്പെടുത്തുന്നത്. 4. ജനസംഖ്യാ ഘടന അഥവാ പോപ്പുലേഷൻ സ്ട്രക്ചർ. ആകെയുള്ള ജനസംഖ്യയെ ഡിഫറെന്റ് ഗ്രൂപ്പുകളായി തരംതിരിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നു. ഏജ്, സെക്സ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഡിപ്പെൻഡൻസി റേഷ്യോ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ഗുണപരമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. എഡ്യൂക്കേഷൻ. ഒരു രാജ്യത്തെ ജനസംഖ്യ കൂടുതലാണെന്ന് കരുതി അവിടെ വികസനം ഉണ്ടാവണമെന്നില്ല. കാര്യക്ഷമതയും വൈദഗ്ധ്യവുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വിദ്യാഭ്യാസം വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. ഏതൊരു വ്യക്തിയും 14 വയസ്സ് വരെ വിദ്യാഭ്യാസം കമ്പൽസറി ആണെന്ന് നിയമവിദഗ്ധർ പറയും. 2. ഹെൽത്ത് കെയർ അഥവാ ആരോഗ്യ സംരക്ഷണം. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പണ്ട് മുതൽക്കേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിരതയാണ് ആരോഗ്യമെന്ന് ലോക ആരോഗ്യ സംഘടന നിർവചിക്കുന്നു. ആരോഗ്യമുള്ള പൗരന്മാർ ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ എങ്ങനെയാണ് പങ്കാളികളാവുന്നതെന്ന് നോക്കാം. ആരോഗ്യമുള്ള ഒരു പൗരന് ചികിത്സാ ചെലവുകളും കുറവായിരിക്കും. ഇതുവഴി ഗവൺമെന്റിന്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു. ആരോഗ്യവും കാര്യക്ഷമതയുമുള്ള ഒരു ജനതയിലൂടെ പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കപ്പെടുന്നു.
വർക്കിംഗ് ഡേയ്സ് വർദ്ധിപ്പിക്കുന്നതിലൂടെ കാര്യക്ഷമതയും ഉൽപാദനവും വർദ്ധിക്കുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം സാധ്യമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെച്ചപ്പെടുത്തുക, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുക, ബിലോ പോവർട്ടി ലൈനിന് താഴെ ജീവിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക. ഹ്യൂമൻ റിസോഴ്സിന്റെ വികസനം എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം അവയുടെ എണ്ണത്തിലും സ്വഭാവത്തിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1985 മാനവ വിഭവശേഷി വികസന മന്ത്രാലയം അഥവാ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്ഥാപിക്കുകയുണ്ടായി. MHRDയുടെ പ്രവർത്തനത്തോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട്. സംയോജിത ശിശു വികസന സേവന പരിപാടി, സമഗ്ര ശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. രാജ്യത്തിന്റെ വികസനത്തിന് ഒരു വിഭവം എന്ന നിലയിൽ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇൻട്രസ്റ്റ് അറിയിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു സൂൺ. ബൈ.